നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് 6 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ ജാതകം പരിശോധിക്കാം. 6 ജന്മസംഖ്യയുടെ അധിപൻ ശുക്രനാണ്. ശുക്രന്റെ വാരം വെള്ളിയാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രശംസാർഹമായ സ്വാധീനം ചെലുത്തി വിളങ്ങുന്ന സംഖ്യയാണ് 6. ഏതു മാസത്തിലെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 6 ജന്മസംഖ്യയായിട്ടുള്ളവരാണ്. ജന്മസംഖ്യ 6ന്റെ അധിപൻ ശുക്രനാണ്. ഇതിന്റെ സൗഹൃദ സംഖ്യകൾ 4, 5, 6, 8 എന്നീ സംഖ്യകളാണ്. യഥാക്രമം രാഹു, ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 3, 7, 9 എന്നീ സംഖ്യകളെ പറയാം. അതായത് വ്യാഴം, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സമന്മാരാണ് എന്നർത്ഥം. ശത്രുസംഖ്യകളായി 1ഉം 2ഉമാണ് പറയുന്നത്. അതായത് സൂര്യനും ചന്ദ്രനും ഇവർക്ക് ശത്രു ഗ്രഹങ്ങളാണ്. ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ജന്മാക്ഷരങ്ങൾ F, O, X എന്നീ അക്ഷരങ്ങളാണ്. ഇവർക്ക് അനുകൂല നിറം വെള്ളി നിറമാണ്. വജ്രമാണ് അനുകൂല രത്നം. ലോഹം വെള്ളിയാണ്. യോജിച്ച തൊഴിലുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. സംഗീതം, നൃത്തം, ചിത്രകല, ശില്പകല തുടങ്ങിയവയൊക്കെ അനുകൂലമാണ്. കൗതുക വസ്തുക്കൾ, ആഭരണം തുടങ്ങിയവയുടെ നിർമ്മാണം, വ്യാപാരം, ആരോഗ്യ സംരക്ഷണം, പത്രപ്രവർത്തനം തുടങ്ങിയവ ഇവർക്ക് അനുകൂല മേഖലകളാണ്. ഇവരുടെ സ്വഭാവം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർ വളരെ ആകർഷക ശക്തിയുള്ളവരാണ്. മറ്റുള്ളവരെ പ്രീണിപ്പിച്ച് മുതലെടുക്കുവാൻ ഇവർക്ക് നല്ല കഴിവാണ്. ഇവർ തികഞ്ഞ കലാകാരന്മാരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. തോൽവി ഉണ്ടായാൽ തളർന്നു പോവുകയില്ല. വിജയം വരിക്കും വരെ ഇവർ പരിശ്രമിക്കുന്നതാണ്. ക്ഷമാശീലം ഇവർക്ക് കുറവായിരിക്കും. പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ആരെയും ഇവർ സഹായിക്കുകയുള്ളൂ. പേര് കിട്ടുമെങ്കിൽ മാത്രമേ ഇവർ പൊതുകാര്യങ്ങൾക്ക് പണം മുടക്കുകയുള്ളൂ. എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും ഇവരുടേത്. ഭംഗി വാക്ക് പറയും. ഉപകാരസ്മരണ ഉണ്ടാവുകയില്ല. ഇവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ താല്പര്യമല്ലാതെ മറ്റാരുടെയും താല്പര്യം ഇവർ പരിഗണിക്കാറില്ല. ഇവരുടെ ശരീരപ്രകൃതി പരിശോധിച്ചാൽ പുരുഷന്മാരായാൽ പോലും സ്ത്രൈണ സൗന്ദര്യമുള്ളവരായിരിക്കും. വാസനദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന ശീലമുണ്ടാകും. സൗന്ദര്യത്തിന് മാതൃക സ്വയം താൻ തന്നെ എന്നായിരിക്കും ഇവരുടെ ചിന്ത. എടുപ്പുള്ള മൂക്കും സമൃദ്ധമായ തലമുടിയും ഇവർക്കുണ്ടായിരിക്കും. പല്ലുകൾ നിരപ്പും ഉറപ്പും ഉള്ളതും കവിളുകൾ മാംസളവുമായിരിക്കും. കാന്തശക്തിയുള്ള നീണ്ട കണ്ണുകളായിരിക്കും. പുഷ്ടിയുള്ള ശരീരമുണ്ടാകും.
ഒത്ത പൊക്കം, വാർദ്ധക്യം എത്തിയാലും സൗന്ദര്യത്തിന് വാട്ടം ഉണ്ടാകുകയില്ല. ഇവരുടെ ആരോഗ്യം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, അജീർണം, കണ്ഠരോഗം, ശ്വാസകോശ രോഗം, ലൈംഗിക രോഗങ്ങൾ മുതലായവ ഉണ്ടാകാനിടയുണ്ട്. വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. 15, 24, 33, 42, 51, 60, 69, 78, 87 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇവർ ശരീരരക്ഷയ്ക്കായി പഴവർഗ്ഗങ്ങളും റോസാപ്പൂവിന്റെ ഇതളുകളും പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഭക്ഷണത്തിൽ മാതളം, ആപ്പിൾ, ബദാം, തുളസി, നെല്ലിക്ക തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർ തങ്ങളുടെ ജന്മസംഖ്യയുള്ളവരെ വരിക്കുന്നതാണ് ഏറ്റവും ശുഭം. ഇവർക്ക് കൂടുതലായി താല്പര്യം ഉണ്ടാകുന്നതും 6 ജന്മസംഖ്യയുള്ളവരുമായിട്ടായിരിക്കും. 1, 4, 9 എന്നീ സംഖ്യയുള്ളവരെയും ഇവർക്ക് സ്വീകരിക്കാം. എന്നാൽ 2, 7, 8 എന്നീ സംഖ്യയുള്ളവരെ വരിച്ചാൽ സന്താന ലാഭത്തിന് കുറവുണ്ടാകാം. ഇവരുടെ തൊഴിൽ നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കാം. മികച്ച കലാകാരനോ പ്രശസ്ത ഗ്രന്ഥകാരനോ ആയിത്തീർന്ന് സാമ്പത്തിക ഭദ്രതയുണ്ടാകും. അഥവാ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തും ധനമുണ്ടാക്കാൻ ഇടയുണ്ട്. കലയുമായി ബന്ധപ്പെട്ട ഏത് രംഗങ്ങളിലും ഇവർ ശോഭിക്കുന്നതാണ്. ഇനി 6 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പറയാം. ഫ്രഞ്ച് ചക്രവർത്തി ആയിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്, ചിത്രകാരനായിരുന്ന മൈക്കൽ ആഞ്ചലോ, മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ്, പണ്ഡിതനായ മാക്സ് മുള്ളർ, പെൻസിലിൻ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ്, രവീന്ദ്രനാഥ ടാഗോർ, പണ്ഡിറ്റ് മോട്ടിലാൽ നെഹ്റു, ശ്രീ അരവിന്ദ്, വിക്ടോറിയ മഹാരാജ്ഞി തുടങ്ങിയവരൊക്കെ 6 ജന്മസംഖ്യക്കാരാണ്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം. സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.